IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് RCB മാർക്കറ്റിംഗ് വിഭാഗം മേധാവി നിഖിൽ സോസലെ പറയുന്നു. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം RCBക്ക് മേൽ മാത്രം കെട്ടിവെക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രമം. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പോലും നടത്തിയില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അറസ്റ്റെന്നും നിഖിൽ സോസലെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി അനുബന്ധമായി നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. സിദ്ധരാമയ്യ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നീക്കിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടിയുണ്ട്. അതിന് വിശദാംശങ്ങൾ മുഹമ്മദ് റഹീസ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഹമ്മദ് റഹീസ്, എന്താണ് ഈ RCBയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഒപ്പം തന്നെ ഈ സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നീക്കിയത് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടാണോ റഹീസ്? അതെ, തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നീക്കിയിരിക്കുന്നത്. അല്പസമയം മുൻപ് മാത്രമാണ് സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് K. ഗോവിന്ദരാജിനെ നീക്കിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു നടപടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് മാത്രം സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. കാരണം പല കോണിൽ നിന്നും കടുത്ത വിമർശനം ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടക സർക്കാരിനെതിരെ. അപ്പോൾ അത്തരത്തിൽ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ, എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് മാനം രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ RCBയുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു നീക്കം, ഒരു നിർണായക നീക്കം നടന്നിരിക്കുന്നത്. കാരണം നിഖിൽ സോസലെ RCBയുടെ മാർക്കറ്റിംഗ് വിഭാഗം ഹെഡാണ്. രാവിലെ അദ്ദേഹത്തിനെയാണ് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ RCB ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. നിഖിൽ സോസലെ പരാതി നൽകിയിരിക്കുന്നു. അതായത് തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് RCB മാർക്കറ്റിംഗ് വിഭാഗം മേധാവി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം RCBയുടെ മേൽ മാത്രം കെട്ടിവെക്കാൻ സർക്കാർ ശ്രമം നടക്കുന്നു. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അറസ്റ്റ് എന്നാണ് അദ്ദേഹം തൻ്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വശത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ചില പോയിന്റുകളൊക്കെ ഉണ്ട്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്ന്, അത് കേസെടുക്കുമെന്നോ അന്വേഷണം നടത്തുമോ എന്നല്ല, മറിച്ച് അറസ്റ്റ് ചെയ്യും, RCBയുടെ അധികൃതരെ അറസ്റ്റ് ചെയ്യും. ഒപ്പം തന്നെ ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ എതിരെ അതിലെ അധികൃതരെ അറസ്റ്റ് ചെയ്യും. ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിലെ ഭാരവാഹികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആയിരുന്നു ഈ നീക്കം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ അന്വേഷണം നടക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ പുറത്ത് മാത്രം തങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിപ്പോൾ നിഖിൽ സോസലെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാദവും ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും. അവരും RCBയുടെ മേലാണ് പഴി ചാരുന്നത്. RCBയാണ് ഇക്കാര്യത്തിലൊക്കെയും തീരുമാനമെടുക്കുന്നത്. ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് ഓരോ മത്സരങ്ങൾ വരുമ്പോൾ, അത് ആഭ്യന്തര മത്സരമായാലും അപ്പോൾ അല്ലാതെ തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളായാലും ഒക്കെ അവരാണ് സ്റ്റാൻഡ് എടുക്കുന്നത്. പക്ഷേ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ IPL പോലെയുള്ള ടൂർണമെൻറ്റിൽ RCBയാണ് ആരാധകരുമായി എൻഗേജ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അവരിപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഏറെ പ്രധാനമാണ്. എല്ലാ കണ്ണുകളും അല്ലെങ്കിൽ എല്ലാ വിരലുകളും RCBയിലേക്ക് ചൂണ്ടുന്ന തരത്തിലേക്ക് ആണ് സർക്കാരും ഒപ്പം ക്രിക്കറ്റ് അസോസിയേഷനും നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് RCBയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടുള്ളതും ഉണ്ടാകും. എന്തായാലും നിലവിൽ ആ കേസ് അല്പസമയത്തിന് അകം തന്നെ പരിഗണിക്കും. അതിൽ കോടതി നടത്തുന്ന ഓരോ നിരീക്ഷണവും നിർണായകമാണ്. പ്രജിൻ, യെസ്, വ്യക്തമാണ്. എന്തായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ കർണാടക സർക്കാർ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ നീക്കിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണെന്നാണ് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്തത്. K. ഗോവിന്ദരാജിനെയാണ് സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇപ്പോൾ നീക്കിയിരിക്കുന്നത്.